ഹലോ എല്ലാവർക്കും നമസ്കാരം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് മൈ ജി ഫ്യൂച്ചറിൻ്റെ എപ്പിക് ഷോറൂം. നല്ല ബാരഡാർ ഐറ്റം, ചെറിയത് മുതൽ വലിയത് വരെ എല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തൊണ്ടയാട് ഫ്ലൈ ഓവറിനൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ മൈ ജി ഫ്യൂച്ചറും മൈ ജി കെയറൊക്കെ വരുന്നത്. ഈ പുറമേ കാണുന്ന പോലെ അല്ല കേട്ടോ, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു സംരംഭം തന്നെയാണ് ഉള്ളിലുള്ളത്. സംരംഭം എന്ന വാക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇന്ത്യൻ പിക്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈ ജി ഫ്യൂച്ചർ തിളങ്ങും പോലെ ഇന്ത്യൻ പിക്ചറും തിളങ്ങട്ടെ. ഐ ജി ഫ്യൂച്ചർ ഒന്നും പറയാനില്ല കേട്ടോ. ഇത് നമ്മുടെ കാലിക്കറ്റാണ് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് തൊണ്ടയാടാണ്. സെപ്റ്റംബർ 10 കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം. കുഞ്ചാക്കോ ബോബൻ, മഞ്ജു വാര്യറൊക്കെ ആയിരുന്നു വന്നത്. അതിന് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉദ്ഘാടനത്തിൻ്റെ സെറ്റുകളൊക്കെ പുറത്തുണ്ടെങ്കിലും അവിടെ പാട്ടും പരിപാടികളൊക്കെ നടക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് എന്നൊന്ന് കണ്ട് ആ പാട്ട് കേട്ട് ആസ്വദിച്ച് നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സാധിച്ചില്ല. പക്ഷേ സാധിച്ചില്ലെന്നല്ല, ശ്രമിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പം ഇതാണ് മൈ ജി ഫ്യൂച്ചറിൻ്റെ എപ്പിക് ഷോറൂം. എപ്പിക് ഷോറൂം എന്ന് പറഞ്ഞാൽ പോലെ ഹ്യൂജ് ആൻഡ് ബിഗ് ഷോറൂമാണ് ഇത്. അവിടെ ഡോറിൽ എഴുതിയിരിക്കുന്നത് ഡോർ ടു യുവർ ഫ്യൂച്ചർ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ശരിക്കും ഒരു വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെറ്റപ്പിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനകത്തേക്ക് കയറാനായിട്ട് നല്ല ടഫായിരുന്നു. ഭയങ്കര ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഒത്തിരിയധികം ആൾക്കാർ സഹായിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ മാർഷലിൻ്റെ ഒക്കെ നല്ല അടിപൊളി സെറ്റ് ബോക്സുകൾ അവിടെ ഉണ്ട്. എല്ലാം 16,000 20,000 റേഞ്ചിലൊക്കെയാണ്. പക്ഷേ സെപ്റ്റംബർ 10 മേടിക്കുന്ന ആളുകൾക്ക് ഓഫേഴ്സിൽ കിട്ടുമായിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഒരു പ്ലേ ബോക്സ്, അതായത് എക്സ് ബോക്സിൻ്റെ PS3 ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾ കളിക്കുന്ന കളിയും കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് നോക്കിയൊക്കെ ഇരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ GoPro ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ സ്പീക്കേഴ്സ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ട് പീസസാണ്. ഇതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വാങ്ങിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെയുള്ള പ്രിപ്പറേഷനിലല്ല പോയത്. പോയ വഴിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കയറി പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഇതൊക്കെ 2,900 3,000 3,500 ആ റേഞ്ചിലൊക്കെയാണ് ഈ ബോട്ടിൻ്റെ സ്പീക്കേഴ്സ് ഉള്ളത്. നല്ല സ്പീക്കേഴ്സാണ്. ഒരിക്കലും ഞാൻ കണ്ട പോലെ ഈ ബോട്ടിൻ്റെ ഓണറൊക്കെ മൈ ജി വിസിറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പ്രിൻറ്റേഴ്സ്, പിന്നെ ഹെഡ്സെറ്റുകൾ, മാർഷലിൻ്റെ സ്പീക്കേഴ്സ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടിരുന്നത് കണ്ടല്ലോ. അത് 16,000 റേഞ്ച്. 20,000 21,000 24,000 28,000 ഒക്കെ റേഞ്ചസിൽ മാർഷലിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് കിട്ടും. നല്ല സൗണ്ട്, നല്ല ക്ലാരിറ്റിയുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ എല്ലാം ഒരു 1 year വാറൻറ്റിയിലാണെന്ന് തോന്നുന്നു സാധനങ്ങളൊക്കെ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ വേറെ സ്പീക്കേഴ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാർഷൽ മാത്രമല്ല, വേറെ ഒത്തിരി അധികം കമ്പനികളുടെ സ്പീക്കേഴ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ വിശദമായിട്ടൊരു ദിവസം എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞും പറഞ്ഞുമൊക്കെ മുമ്പോട്ട് പോകണം, കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഐറ്റം എന്നുള്ളത് നിങ്ങളോടും കൂടെ എനിക്ക് പറയാമല്ലോ. മാർഷലിൻ്റെ സ്റ്റോക്ക് വെൽ എന്ന് പറയുന്ന ഒന്നാണ്. അപ്പം നല്ല രീതിയിലല്ലേ എഴുതിയേക്കുന്നത് അല്ലേ, മാർഷൽ നല്ല ഡിസൈനിൽ. ഇത് കണ്ടോ, എന്തോ തിരക്കാണ്, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഇതിനകത്തിലൊക്കെ ഒരു കുഞ്ഞൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ അടച്ചിട്ട് പരതേണ്ടി വരും. അതുപോലെയാണ്. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ കൂടെ ബജാജ് EMI, പിന്നെ ബാങ്കിൻ്റെ ആളുകൾ, ലോൺ സൗകര്യങ്ങൾ, EMI ഓഫേഴ്സ് കൊടുക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ഇതിന് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും കൂടെ തന്നെ അവർ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഏരിയയിലായിട്ടാണ് നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇത് ഏരിയയിലാണ് നമ്മൾ AC കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാഗുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നതിൽ നിന്നും മാറി ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഒന്നും വേണ്ട. ഇപ്പോൾ ലുലു മാളിലൊക്കെ കാണുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് ഈ മൈ ജി ഫ്യൂച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ഇപ്പം ഈ കൂളിംഗ് വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ AC സെറ്റ് ചെയ്തിരിക്കുന്നത്. സാംസങ്ങും ലോയിഡും ഡൈക്കിനും പാനസോണിക്കും എന്ന് വേണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം സഹായിക്കാനും നമ്മളെ ഗൈഡ് ചെയ്യാനും ഒക്കെ ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. AI കണക്റ്റഡായിട്ടുള്ള കുറേ സ്പീക്കേഴ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊന്നും നമുക്ക് ചോദിച്ചറിയാനോ പറയാനോ പറ്റില്ല. സൈഡിലേക്ക് വരുമ്പോൾ വേറെ പാട്ട് സ്പീക്കേഴ്സൊക്കെ വെച്ചിരിക്കുന്നു. മ്യൂസിക് സ്പീക്കേഴ്സ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കളർഫുള്ളായിട്ടുള്ള ഓരോ പാട്ട് മാറുമ്പോഴും ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിത്തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നു വരുമ്പം ഇവിടെ TV ഏരിയയാണ് കേട്ടോ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ TVകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഹയറിൻ്റെയും സോണിയുടെയും TCL,
എന്ന് വേണ്ട പാനസോണിക്ക് എല്ലാത്തിൻ്റെയും, സാംസങ്, എൽ ജി, ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഓരോന്നിനും എൽ ജി, സാംസങ്, സോണി, ഹയറൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ക്യാബിൻ വൈസായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുവാണ്. ക്യാബിൻ വൈസ് മാത്രമല്ല കേട്ടോ, ടി വി പുറത്തേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോണി, TCL എന്ന് വേണ്ട ഓരോന്നിനും ബിഗ് സ്ക്രീനുകൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാബിൻ വൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സോണിയുടെയൊക്കെ ബ്രാവിയ 2, ബ്രാവിയ 3 LED സ്ക്രീനും. പിന്നെ ബ്രാവിയ 7 ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ബ്രാവിയ XR ഇതിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ മതി വീട്ടിൽ, വേറെ എക്സ്ട്രാ ബോക്സ് ഒന്നും ആവശ്യമില്ല. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഇത് വാങ്ങിയിരിക്കും. ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ബഡ്ജറ്റ് വരെയുള്ള TVs നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും റിമോട്ടും സ്പീക്കേഴ്സും എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. തൊട്ടിങ്ങോട്ട് മാറി ഇപ്പം ഹയറിൻ്റെ QLED എന്ന് പറയുന്ന ഒരു സാധനം കണ്ടു. ഇതൊക്കെ വാങ്ങണമെന്നുണ്ട് കേട്ടോ, ഹെവി സാധനങ്ങളാണ്. സെപ്പറേറ്റ് സ്പീക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നല്ല സൗണ്ടും നല്ല ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെയുള്ള സിസ്റ്റമാണ് TVs ആണ് ഇവിടെ ഇരിക്കുന്നതുമല്ല. അപ്പം വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല നമുക്കിതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കൊക്കെ. ഹൈ ഡെഫിനേഷൻ വീഡിയോസാണ്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ TV സെറ്റ് കാണാം. അത് നിയോ QLED എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇത് ഫുള്ള് സാംസങ്ങിൻ്റെയും പിന്നെ JBLൻ്റെ സിസ്റ്റം. ഇത് നമ്മൾ TCLൻ്റെ QLED TV ആണ്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല കോവിഡ് കാരണം. ഡൈസൻ്റെ കമ്പനി നല്ല അടിപൊളി കമ്പനിയാണ്. ഇത് നല്ല എയർ പ്യൂരിഫയറും ഫാനും എന്ന് വേണ്ട ക്ലീനിങ് മെറ്റീരിയലും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ഏരിയാസ് കാണാം. ഗൂഗിൾ പിക്സലും സാംസങ്ങും എന്ന് വേണ്ട റെഡ്മി, ഐഫോണും ഓപ്പോയും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിലോട്ട് ചെല്ലുമ്പോൾ സയോമിയുടെ റോബോട്ട് വാക്യൂം നമുക്ക് കാണാൻ പറ്റും. ഇത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന മെറ്റീരിയലാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് സയോമിയുടെ മോപ്പ് 2 പ്രോ എന്ന് പറയുന്ന റോബോട്ട് വാക്യൂം മോപ്പ് 2 പ്രോ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇന്ത്യസ് നമ്പർ 1 സാധനമാണ് കേട്ടോ. അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മോൾ അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, വാട്ടർ ഹീറ്റർ, ചിമ്മിനി എന്ന് വേണ്ട ബിൽറ്റ് ഇൻ മെറ്റീരിയൽ എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. കിച്ചൺ എക്സ്പേർട്സ് ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫാനുകളുടെ ഇവിടെ നിന്ന് എന്താ ആശ്വാസം അറിയാം, നല്ല രീതിയിൽ നല്ല കാറ്റുണ്ട്. ആക്ച്വലി ടേബിൾ ഫാനും സീലിംഗ് ഫാനുകളും ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ കമ്പനിയുടെയും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. സീലിംഗ് ഫാന്, ലൂക്കർ, ബജാജിൻ്റെ ക്രോംപ്ടൺ ഫാൻസ്, ഇതൊക്കെ ഇവിടെ ഈ ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നല്ല ഡിസൈൻ. നമ്മളെന്നും ബ്ലാക്ക് മാത്രമാണ് കണ്ടിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പം അവിടെ ഒരു ഡീല് വെച്ചിട്ടുണ്ട്. 1299 രൂപയ്ക്ക് ഒരു ഫാൻ. ദെൻ ഹാവൽസിൻ്റെ ഫാനുണ്ട്, ഉഷയുടെ കമ്പനി ഫാൻസ് ഉണ്ട്. ഈ ഫാനുകളെല്ലാം ഒരേ കളറുകളൊക്കെ ഒരുവിധം സെയിം ആണെന്നുണ്ടെങ്കിലും സെയിം പർപ്പസ് തന്നെയാണല്ലോ. ആറ്റംബർഗ് ഇതാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വീഗാർഡ് സെയിം, അതിൻ്റെ ഡിസൈൻസൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഒരു വെട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സീലിംഗ് ഫാനുകൾ വരുന്നത്. സീലിംഗ് ഫാനുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ തണുപ്പ് വരാൻ വേറെ കാരണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. സീലിംഗ് ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഗ്ലാസ്സുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഈ ലുലുവിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ഹൈലൈറ്റ് മാളുകൾ അല്ലെങ്കിൽ ലുലു മാളൊക്കെ പോകുമ്പം ഗ്ലാസിൻ്റെ ഏരിയ, പ്ലേറ്റിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കിടപ്പില്ലേ, മോപ്പ്, ചൂല്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് ചൂട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ അരിയും പഞ്ചസാരയ്ക്കൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ലുലു മാളിലൊക്കെ പോയാൽ മതി. മൈജിയിൽ ഇപ്പം എല്ലാം ഉണ്ട്. പാനും കുക്കറും ഗ്ലാസും പ്ലേറ്റും എന്ന് വേണ്ട മഗ്ഗുകളും എല്ലാം ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ്, നമുക്ക് ഫുഡ് ഐറ്റംസ്, ഫുഡ് കണ്ടെയ്നേഴ്സ് പോലെയുള്ള ചെറിയ ചെറിയ ബോക്സുകളായിക്കോട്ടെ എല്ലാം ഇവിടെയുണ്ട്. ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒത്തിരിയധികം വെറൈറ്റി ഐറ്റംസാണ്. വെറൈറ്റി ഡിഫറെൻറ്റ് ഐറ്റംസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സുകൾ ഞാൻ പറഞ്ഞില്ല, പ്ലേറ്റുകൾ തന്നെ വെറൈറ്റി ഡിസൈനർ പ്ലേറ്റുകൾ, പിന്നെ കുക്കറുകൾ, ചെമ്പുകൾ, മീൻസ് ഇതിനകത്തൊക്കെ ബിരിയാണി കണ്ടെയ്നേഴ്സൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നും. ഇതൊക്കെയാണ് ബിരിയാണീസ് വയ്ക്കാറുള്ളത്. അപ്പം ഈ ഒരു ഏരിയ അതിനു വേണ്ടി തന്നെയാണ്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, ഞാൻ അതൊക്കെ കാണിക്കാം കേട്ടോ. ചായ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, എല്ലാ ടൈപ്പും ഇവിടെ തന്നെ ഉണ്ട്. ചെറിയ ചെറിയ പാനുകളായിക്കോട്ടെ എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേർണേഴ്സും വെച്ചിട്ടുണ്ട്. സ്റ്റൗ
ഗ്യാസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആ ഷെൽഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് തയ്യൽ മെഷീൻ ആയിക്കോട്ടെ, ഓവനുകളായിക്കോട്ടെ, അതും പല ഡിസൈനിൽ ഹയറിൻ്റെയൊക്കെ വെറൈറ്റി ഡിസൈൻസിൽ ഇന്നത്തെ യൂത്ത്സൊക്കെ ഇഷ്ടപ്പെടുന്ന അതേ ഡിസൈൻസിലുള്ള കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കളറൊക്കെ, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് എന്ന് വേണ്ട എല്ലാ ടൈപ്പിലും. നമ്മളിപ്പോഴും ബ്ലാക്ക് ഒക്കെയാണല്ലോ കണ്ടിട്ടുള്ളത്. വെറൈറ്റി ഡിസൈൻസിൽ ഇതിവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 7,000, 8,000, 10,000, 20,000 ഒക്കെ റേഞ്ചിലേക്ക് ഹൈയിലേക്ക് പോകുന്ന ഓവൻസും ഉണ്ട്. എന്നാൽ ലോ റേഞ്ചിലുള്ള ഓവൻസും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് നമുക്ക് പോയി നിന്ന് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നില്ല. അതിനടുത്ത സെക്ഷനിൽ തന്നെ മിക്സി ജാറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 900 വോൾട്ടിൻ്റെയും ഒക്കെ മിക്സീസാണ് ഇവിടെ ഉള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് സെറ്റ്സിൽ ഉള്ള ജാറുകളും മിക്സീസും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറെങ്ങും പോകണ്ട, ഇവിടെ തന്നെ ചെന്നാൽ മതി കേട്ടോ വാങ്ങാൻ. സ്പൂണ് ഉണ്ട്, ഗോൾഡൻ സ്പൂൺ. ഇനി ഗോൾഡൻ സ്പൂണിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മൈജി ചെന്നാൽ മതി, തൊണ്ടയാറിൽ. പിന്നെ ചെറിയ കത്തികൾ, പിന്നെ പാനുകളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറാമിക് കോട്ടിങ്ങും ഗ്രാനൈറ്റ് കോട്ടിങ്ങിലുമുള്ള പാനുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ലോങ് ടേം യൂസിന് ഇത് നല്ലതാണ്. അപ്പം ഇതാണ് ഈ ഏരിയയിൽ വരുന്നത്. തവി, എല്ലാം ഉള്ള കുഴിയിലുള്ള കുഴിത്തവിയോ അങ്ങനെയൊക്കെ അതിൻ്റെ പേരുകളില്ലേ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ തൊണ്ടയാട് ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജ്യൂസേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ ആദ്യം മറന്നുപോയി. അതാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. ഇതാണ് മിക്സീസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടാറ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, അടാറ് കളക്ഷനൊക്കെ ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറണം, ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് കാണുന്നത്. താഴെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെയാണ്. മുകളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കിച്ചൺ യൂട്ടിലിറ്റീൽസ് ഒക്കെ ആയിട്ടുള്ളതാണ്. ക്ലീനിങ് ഉള്ള സയോമിയുടെ പ്രോ നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെ മുകളിലും അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഏരിയ മുഴുവനായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഏരിയാസാണ് കേട്ടോ. ഇവിടെയും എൽ ജിയും ഹയറും ലോയിഡും ഒക്കെയാണ് താരങ്ങളായിട്ട് നിൽക്കുന്നത്. ഇതിനെല്ലാം ഓരോരോ ആളുകളുണ്ട്. ബജാജിൻ്റെയും ഫിനാൻസ് ചെയ്യാൻ EMI ഒക്കെ ആയിട്ട്. കാശില്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി, EMI ചെയ്ത് തരുമെന്നൊക്കെ ഇവർ ബോർഡൊക്കെ ഉണ്ടാക്കി. ഈ ഷെയിൽ കാശില്ലേ, പലിശരഹിത EMI എന്നൊക്കെ പറഞ്ഞിട്ട് മൈജി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന HDFC ബാങ്കും ബജാജും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. സിമെൻസിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും ബോഷിൻ്റെയും ഒക്കെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇലക്ട്രോണിക്സിലൊക്കെ ഒരു സ്വീഡിഷ് ടൈപ്സ് ആണെന്ന് പറയാം. ഇതൊക്കെ മലയാളികളിലേക്ക് എത്തിക്കുന്ന മൈജിക്കൊരു ഹാറ്റ്സ് ഓഫ് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ബോഷിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോഷൊക്കെ ഹെവി സാധനങ്ങളാണ്. പിന്നെ IFE, ഹയറിൻ്റെയൊക്കെ, ലോയിഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ഒക്കെ ഹൈ ഉള്ള ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് സെമി ഓട്ടോമാറ്റിക്കും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെമി ഓട്ടോമാറ്റിക്കിന് എല്ലാവരും പോകണമെന്നില്ല. കാരണം ഓട്ടോമാറ്റിക് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഡ്രയറിൽ എടുത്തിട്ട് പോകേണ്ടി വരില്ലേ. അപ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള ഓട്ടോമാറ്റിക്കുകളിലേക്ക് പോകുന്നത്. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം വാഷ് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ അതെടുത്തൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇട്ടാൽ മാത്രം മതിയല്ലോ. ഇതാണ് ലോണ്ടറി കെയറുകൾക്ക് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻസ്. അപ്പോൾ ഇവിടെ ഇതാണ്, ഈ വാഷിംഗ് മെഷീൻസാണ് ഇവിടെ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്നുണ്ടെങ്കിൽ സൈഡിലെ ഗ്ലാസിനോട് ചേർന്നിട്ട് സുജാത, ബജാജ് എന്ന് പറയുന്ന പല ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ മിക്സീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സിംഗിൾ ഡോറ്, 2 ഡോറ്, 4 ഡോറ് എന്ന് വേണ്ട പല ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റപ്പിലുള്ള ഫ്രിഡ്ജ്, നമുക്ക് റെഫ്രിജറേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് പല ഹൈറ്റിൽ പലതരത്തിലുള്ള, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 തട്ടായിട്ടൊക്കെയാണ് ഫ്രീസേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന തലത്തിൽ ഈ റെഫ്രിജറേറ്റേഴ്സുകൾ നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ വീടുകളിൽ മേടിച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്രിഡ്ജിനകത്തിലൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രീസറിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയും സ്പേസ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ, അല്ലേ. അപ്പം ഇതൊക്കെ 2 ഡോറും ഒക്കെയാണ്. ഇത് സാംസങ്ങിൻ്റെ ബീസ്പോക്ക് AI റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന സാധനമാണ്. ഓട്ടോമാറ്റിക് കൂളിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ട്വിൻ കൂളിംഗ് എന്ന് പറയുന്ന സെറ്റപ്പിലുള്ളതാണ് കേട്ടോ ഈ ഒരു
റെഫ്രിജറേറ്റർ. പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെഫ്രിജറേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. തൊട്ടപ്പുറത്ത് ഞാൻ കാണിച്ചല്ലോ, ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാവേ ഒരു ലൈവ് കിച്ചൻ്റെ സെറ്റപ്പൊക്കെ അവിടെയുണ്ട്. അപ്പം ആ ലൈവ് കിച്ചൺ സെറ്റപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് എൻ്റെ വീഡിയോയിലുള്ള ആളല്ല, വേറൊരാൾ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നൈസായിട്ട് ഞാൻ സൈഡിൽ കൂടെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫ്രിഡ്ജിൻ്റെ കളക്ഷൻസ്. കുറച്ച് മുമ്പോട്ട് വരുമ്പം കളർഫുള്ളായുള്ള ഫ്രിഡ്ജുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പച്ച, നീല, മഞ്ഞ, പർപ്പിള്, പിങ്ക് എന്ന് വേണ്ട കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രിഡ്ജും അവൈലബിൾ ആണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കളേഴ്സിലുള്ള. ബോഷിൻ്റെയൊക്കെയാണ് കളർഫുള്ളായുള്ള ഫ്രിഡ്ജസ്, റെഫ്രിജറേറ്റേഴ്സ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇത് 4 ഡോർ ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല, കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, പുറത്തുള്ള സെറ്റപ്സൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ളവരോട് ചോദിക്കാനുള്ള സമയവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് കണ്ടോ, അടിപൊളി അലമാര പോലെ ഇരിക്കുന്നല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോറും 4 ഡോറും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ സെറ്റപ്പിലേക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത സെക്ഷനിലാണത്. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ സെറ്റപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ബോഷിൻ്റെ കിച്ചൺ 10 ഇയേഴ്സ് വാറൻറ്റിയാണ് കേട്ടോ ഇവർ പറയുന്നത്. 10 വർഷം വാറൻറ്റി പറയുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ബോഷിൻ്റെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ്ലി ഉള്ളവരാണെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. 4 ബേണേഴ്സ്, 3 ബേണേഴ്സ്, 5 ബേണേഴ്സ് ആണ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. ഇത് പ്ലേസ് ചെയ്യുന്നത് കിച്ചൻ്റെ ആ ഭാഗം, നമ്മൾ ആ ബേണേഴ്സ് ഇരിക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കി പ്ലേസ് ചെയ്യുകയാണെന്നാണ് അത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അടുത്തത് നമുക്ക് വരുമ്പോൾ ഇലക്ട്രോളക്സ്. നമ്മൾ ഇലക്ട്രോളക്സിൽ വാഷിംഗ് മെഷീൻ കണ്ടു. ഇതൊരു സ്വീഡിഷ് തിങ്കിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോളക്സൊക്കെ ഹെവി ബ്രാൻഡാണ്. ഇതും ബേണേഴ്സൊക്കെ 5 ബേണേഴ്സ് ഉണ്ട്, 4 ബേണേഴ്സ് ഉണ്ട്, 3 ബേണേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ബേണറിൻ്റെയൊക്കെ ഡിസൈൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതും പ്ലേസ് ചെയ്യുന്നത് ആ ഒരു കിച്ചൺ ഭാഗം കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പിന്നീട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ കഴിയും ലൈവ് കിച്ചൺ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്, പ്യുവർ ഫ്ലെയിംസ് എന്നാണ് ഇതെല്ലാം 10 ഇയർ വാറൻറ്റിയാണ് മിനിമം പറയുന്നത്. അപ്പം ഇതൊക്കെ ഫുള്ള് ചിമ്മിനി സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, ഇതിന് വേറെയാണല്ലോ പേര് പറയുന്നത്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് പക്ഷേ കട്ട് ചെയ്യുന്നതല്ല, ബേണേഴ്സ് ആക്ച്വലി പ്ലേസ് ചെയ്യുന്നതാണ്, നമ്മുടെ കിച്ചണിലൊക്കെ പ്ലേസ് ചെയ്യുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യം ഞാൻ കണ്ടു. ഇതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ആളുകൾ വന്ന് തൊട്ടിട്ട് പോകുന്നതാണ്. അവരുടെ കൈപ്പാടുകളൊക്കെ, കൈപ്പത്തിയും അവിടെ ഇതൊക്കെ വെച്ച് ഫുള്ളൊരു വല്ലാത്ത രീതിയിൽ കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കാണാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിത് പ്ലേസ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് സ്നേഹത്തോടെ ഇഷ്ടപ്പെട്ട് തൊടുന്നതൊക്കെ ആയിരിക്കും. നിങ്ങൾ പരമാവധി തൊടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൂത്ത് കളയാനോ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മൈജിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം അവരവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. കസ്റ്റമർ വന്ന് തൊടുമ്പോൾ തൊടരുതെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണ്, അപ്പം നമ്മളാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജും ഇതുമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് കിച്ചണിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും അതേ സെയിം ഫോമാറ്റിൽ തന്നെയാണ്. ഹാഫ്ലേയുടെയും പേര് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുക. ഇതും വോൾ കട്ട് ചെയ്തിട്ട്, വോളല്ല പാതകം കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇതൊരു ഓവൻ ആണ്, ഓവൻ സെറ്റപ്പാണ് കേട്ടോ. ഫാബറിൻ്റെയും ഇതുപോലെ തന്നെ സെയിം സെറ്റപ്പാണ്. അത് പക്ഷേ താഴേക്ക് കട്ട് ചെയ്യല്ല, നമ്മൾ പ്ലേസ് ചെയ്യാണ്. അത് ബേണർ പാതകത്തിൽ സെറ്റ് ചെയ്യാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. കൂളേഴ്സ് ഇരിപ്പുണ്ട്. ഇത് കൂളേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേക്കറീസിനൊക്കെ അവൈലബിൾ ആയിട്ട് ഉള്ള റെഫ്രിജറേറ്റേഴ്സ് പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഇതാണ് മൈജിയുടെ ഒരു അഡാറ് കളക്ഷൻ. തൊട്ടടുത്ത് തന്നെ ഇലക്ട്രോളക്സിൻ്റെ ഒരു ലൈവ് കിച്ചൺ സെറ്റപ്പ് ഇവിടെയുണ്ട്. ഒരു കിച്ചൺ എങ്ങനെയാണോ അതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോളക്സിൻ്റെയും മറ്റുള്ള കമ്പനിയും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പിന്നെ തുണികളുണ്ട്. തുണികൾ എന്ന് പറയുന്നത് കിച്ചണിലേക്കുള്ള സാധാ ക്ലോത്ത്സ് സെറ്റപ്പാണ്, അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കണ്ടിറങ്ങി വരാൻ ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും എടുക്കും ഈ ഒരു എപ്പിക് ഷോറൂമിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുന്ന പോലെ ഇറങ്ങി. പക്ഷേ വീണ്ടും വരുമെന്ന് ഉറപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ നിന്ന് പോകുന്നത്. മൈജി ഫ്യൂച്ചർ എന്ന് പേര് തന്നെ ഇതുകൊണ്ട് അർത്ഥവത്തായി എന്ന് പറയാം. യെസ്, ദ ഡോർ ടു യുവർ ഫ്യൂച്ചർ. ഓഫ് കോഴ്സ് ദിസ് മൈജി ഫ്യൂച്ചർ ഗീവ്സ് യു
ദ ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പീരിയൻസ് ഫോർ ഷുവർ. ഒരിക്കലെങ്കിലും നിങ്ങളിത് വിസിറ്റ് ചെയ്യുക. നിങ്ങളും ഒരു ഗ്രേറ്റ് ഫാനാവും മൈൻജിയുടെ. എക്സ്പീരിയൻസ് സെറ്റ് അതാണല്ലോ വലിയ കാര്യം. അപ്പം താങ്ക് യു സോ മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.